Meet the editors. ചോദ്യം ഇതാണ്, PJ പിണക്കാൻ പേടിയോ? ഞാൻ സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. സ്മൃതി, ഇപ്പൊ ചർച്ച നയിച്ചത് ആ വിഷയത്തിലാണല്ലോ. PJ പിണക്കാൻ പേടിയോ എന്നതാണ് ചോദ്യം. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തോട് നേരമായി MP ജയരാജൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനം ആ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി അറിയിക്കുന്നു. അതിനുശേഷമാണ് P ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിനുശേഷം അതിന് പിന്തുണ നൽകിക്കൊണ്ട് കൊട്ടേഷൻ എന്ത് ആരോപണമാണോ ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിക്കപ്പെട്ടവർ തന്നെ പിന്തുണയുമായി P ജയരാജന് പിന്തുണയുമായി എത്തുകയാണ്. പല രൂപത്തിൽ പല പോസ്റ്റുകൾക്ക് കീഴെ പ്രതികരണമായി വരുന്നു. അപ്പോൾ ഇതെന്താണ് മനസ്സിലാക്കി തരുന്നത്? ഈ ഘട്ടത്തിലും പാർട്ടി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പാർട്ടി ഒന്നുകിൽ P ജയരാജനെ പൂർണ്ണമായും തള്ളുന്നു, അല്ലെങ്കിൽ P ജയരാജൻ്റെ ആക്ടിനെ അംഗീകരിക്കുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ ഒരു നടപടിയായിട്ടോ ഒരു പ്രതികരണമായിട്ടോ വരേണ്ടതാണ്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിൽ അത് ഉന്നയിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന് മറുപടി നൽകിയിരിക്കുന്നത് അവിടുത്തെ സഭയിലെ ചട്ടം പറഞ്ഞുകൊണ്ടാണ്. അതേസമയം കഴിഞ്ഞ 2 ദിവസമായി അഭ്യൂഹം എന്നുള്ള വാക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് മന്ത്രി MP രാജേഷ്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാക്കായി അഭ്യൂഹം എന്ന വാക്കിൻ്റെ സഹായം നേടുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയാണ്. TP കേസിൻ്റെ കാര്യത്തിലും പറഞ്ഞു, ഈ കേസിലും പറഞ്ഞു. TP കേസിൻ്റെ കാര്യത്തിൽ അഭ്യൂഹം എന്ന് പറഞ്ഞത് അഭ്യൂഹത്തിന്മേൽ 3 ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുകൊണ്ടാണ് പിന്നീട് പ്രതികരിച്ചത്, സർക്കാരിന് പ്രതികരിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഈ വിഷയത്തിലും അഭ്യൂഹം, വ്യാജോക്തി എന്ന വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും അവിടെ നിൽക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നും അതിൻ്റെ ഭാഗമായി തുടർ പ്രതികരണങ്ങൾ ഈ തരത്തിൽ പാർട്ടി ഒട്ടും പിന്തുണ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ആളുകളിൽ നിന്നും പാർട്ടിക്ക് പിന്തുണ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയുന്നവർ വീണ്ടും ഇല്ല ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കാം? അത് ചില പ്രവണതകൾ, ഈ മനു തോമസിൻ്റെ വാക്കിൽ പറയാണ്, ഒരു മോശം പ്രവണത പാർട്ടിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വേണ്ട എന്ന് വെച്ചാലും അത് ശക്തമായി തന്നെ അതിനകത്തുണ്ട്. അതിൽ P ജയരാജൻ എന്ന നേതാവ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലുണ്ടായ പ്രവണത എന്നാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രവണത എന്ന് പറയുന്നത് കൊലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയാണ്. അതിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ അവരുടെ സ്വാധീനം, അവരുമായി ബന്ധപ്പെട്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി യോഗത്തിൽ മനു തോമസ് ഇരിക്കുമ്പോൾ തന്നെ നടന്നിരിക്കുന്ന ചർച്ചകൾ ഒക്കെ ഉണ്ടായിരിക്കാം. മനു തോമസ് എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞിട്ടില്ല. ഇനിയും ചില കാര്യങ്ങളുണ്ട്, അത് പിന്നീട് വന്നുകൊള്ളുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിലൊന്ന് P ജയരാജൻ്റെ മകനെ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ കോർഡിനേറ്റർ എന്നാണ് വിളിച്ചത്. അതിലിപ്പോൾ P ജയരാജൻ്റെ മകൻ കേസിന് പോയിരിക്കുകയാണ്. അതിനിന്നിപ്പോൾ മനു തോമസ് പ്രതികരിച്ചത് നിയമപരമായൊരു നടപടിയിലേക്ക് നീങ്ങുകയല്ലേ, നിയമമനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പോവുകയല്ലേ, അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അതായത് നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത്. ഇപ്പോൾ നിയമം അനുശാസിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് നല്ല കാര്യമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുകയും ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ ഭീഷണി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പോലീസിന് സ്വമേധയാ തന്നെ ഒരു കേസ് എടുക്കാവുന്നതാണ് ഈ കാര്യത്തിൽ, ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ. അല്ലാതെ പല കാര്യങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ മനു തോമസ് എന്ന വ്യക്തിയെ പൂർണ്ണമായും പാർട്ടി തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം MP ജയരാജൻ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു സംരക്ഷണം നൽകേണ്ടതാണ്. എന്തും സംഭവിക്കാവുന്നൊരു സാഹചര്യം കണ്ണൂരിലുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതിലും വല്ലാത്ത രീതിയിൽ കണ്ണൂരിൽ ഈ പ്രവണത പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പാർട്ടി നേതാക്കൾ തള്ളിക്കളഞ്ഞാലും പാർട്ടി അണികൾ എത്രത്തോളം ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. കാരണം ഒരുപാട് യുവാക്കൾ ഇതിൻ്റെ പിന്നാലെ പോയിരിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് നടപടിയെടുക്കേണ്ട ചില ഘട്ടങ്ങളിൽ ഈ പ്രവണത ഉപയോഗിച്ചു. അതായത് ഈ കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ ഉപയോഗിച്ചു. പിന്നീട് കൊട്ടേഷൻ സംഘങ്ങൾ അവരുടെ കാര്യങ്ങൾക്ക് പാർട്ടി പേര് ഉപയോഗിച്ചു, പാർട്ടി ലേബൽ ഉപയോഗിച്ചു. ഇപ്പോൾ എന്താണ്? തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയാണ്. P ജയരാജനെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പാർട്ടിക്ക് സാധിക്കുമോ? ഇല്ല. P ജയരാജൻ്റെ പ്രവണതയെ തള്ളിക്കളയുന്നതുകൊണ്ട് ഈ പ്രവണത ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തില്ല. കുറേ കാലം ആ രൂപത്തിൽ മാറി നിന്നതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹമുണ്ട്. പക്ഷേ ഏതൊക്കെ രൂപത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒരു ഭാഗമാകുന്നില്ലല്ലോ P ജയരാജൻ. അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് കാണണ്ട. ആ പ്രവണത പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ല എന്ന ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷേ P ജയരാജനെതിരെ ഒരു വലിയ നടപടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ വലിയ തീരുമാനത്തിലേക്ക് പോകാനോ ഈ പാർട്ടിക്ക് സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ P ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ട്. ചില കാര്യങ്ങൾ P ജയരാജൻ പുറത്തേക്ക് പോയി വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അതും പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ആ രൂപത്തിലേക്കൊന്നും പാർട്ടി പോകില്ല. ഈ നിശബ്ദത കുറച്ച് ദിവസം കൂടി തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ മനു തോമസുമായി സംസാരിച്ചിരുന്നു.
നമ്മുടെ ഒരു അഭിമുഖത്തിൽ തന്നെ മനു തോമസ് കാര്യങ്ങൾ വിശദമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി നമുക്ക് മനു തോമസ് അഭിമുഖം നൽകുമ്പോൾ മനു തോമസ് തീർച്ചയായും പി ജയരാജൻ്റെയും മകൻ്റെയും പേര് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു അതിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം തുടങ്ങുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. 2022 ഏപ്രിൽ മാസം 23-ാം തീയതി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു കത്തുണ്ട്. അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് അദ്ദേഹം കത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ഷാജർ എന്ന് പറയുന്ന പി ജയരാജനൊക്കെ വളരെ വാത്സല്യപൂർവ്വം തന്നെ പാർട്ടിയിൽ വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് അദ്ദേഹം വളരെ സ്വന്തം നിലയ്ക്ക് തന്നെ പാർട്ടിയിൽ തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തുകയും ചെയ്ത യുവ നേതാവിനെതിരായിട്ടാണ്. ഷാജർ ഒരു പാർട്ടി കേഡറാണ് എന്നാണ് പാർട്ടിയിൽ വ്യക്തിത്വമുള്ളവർ പറയുന്നത്, അഥവാ പാർട്ടിയിൽ അംഗത്വമുള്ളവർ പറയുന്നത്. ഈ ഷാജറും മനു തോമസും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നുവെന്നും ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ തുടർച്ചയെന്ന വണ്ണം പല രീതിയിൽ അവർ ജില്ലാ കമ്മിറ്റിയിലടക്കം ഏറ്റുമുട്ടിയിട്ടുണ്ടാകാമെന്നും ആളുകൾ പറയുന്നുണ്ട്. ഇതൊന്നും നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളല്ല, ഇതൊക്കെ നമുക്ക് പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2023 ഏപ്രിൽ മാസം 23-ാം തീയതി കൊടുത്ത ഒരു കത്തും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്ന് പറയുന്ന വാർത്തയും, അതിനിടയ്ക്ക് അറിഞ്ഞു അറിയാതെ ഒരു റിപ്പോർട്ട് ടിവിയും ഈ വിവാദത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മളുടെ കണ്ണൂർ ബ്യൂറോ പ്രതിനിധി അർജുൻ കല്യാട് നൽകിയ ഒരു വാർത്ത, ആ വാർത്തയിലാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന തരത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം പ്രചരണം നടത്തുന്നതായി നമ്മൾ പറഞ്ഞത്. ശരിയാണ്, അങ്ങനെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആഗ്രഹം. ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവായതല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ വരണം എന്നതായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗം കരുതിയത്. ഇതാണ് മനു തോമസ് നമ്മളോട് പറഞ്ഞത്. പാർട്ടിയിലെ ഒരു വിഭാഗം അങ്ങനെ കരുതിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ടർ ചാനലിൽ തന്നെ വരാനിടയായ സാഹചര്യമുണ്ടായത്. പക്ഷേ അതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു. നമ്മുടെ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകൾ പുറത്താക്കപ്പെട്ടു. പക്ഷേ പിന്നീട് എം വി ജയരാജൻ ഇത് വിശദീകരിച്ചു എങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവായത്. കാരണം പാർട്ടി ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ CPM-ലില്ല. പകരം അംഗത്വം പുതുക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ആ അംഗത്വത്തിൽ നിന്ന് ഒഴിവാവുക എന്നതാണ്. 15 മാസമായി പാർട്ടിയുടെ ഔദ്യോഗിക അംഗമല്ലാതിരുന്നത് വഴി സ്വാഭാവികമായും മനു തോമസ് പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് മനു തോമസ് വിശദീകരിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ ഒരിടത്തും പി ജയരാജനെയോ ജയരാജൻ്റെ മകനെതിരെയോ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഈ മനു തോമസ് പരാതി നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? PJ പേടിയാണോ എന്ന ചോദ്യം അസ്ഥാനത്താണെന്നാണ് എൻ്റെ പക്ഷം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഫേസ്ബുക്കിലെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. സോഷ്യൽ മീഡിയയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ നിലവിൽ മനു തോമസ് ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കി ഉണ്ടല്ലോ. പല ഘട്ടങ്ങളിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്ന് പാർട്ടിക്ക് ബോധ്യമായതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലടക്കം പി ജയരാജനെ പരിഗണിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നതും. എന്നാൽ അതിൻ്റെ പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്, പാർട്ടിയുടെ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനും മറ്റച്ചടക്ക നടപടിക്ക് വിധേയമല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാനത്ത് കമ്മിറ്റിയിൽ തുടരുന്നതും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാവുന്നതും പി ജയരാജന് മറ്റൊരു പദവി നൽകുന്നതും. അപ്പോൾ ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളതിന് ഇനി പ്രത്യേകിച്ചൊരു നടപടിയുടെ ആവശ്യമില്ല. രണ്ടാമത്തെ എന്താ, ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. ആ ആരോപണം നിങ്ങൾ നിലവിൽ എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത്? അത് പാർട്ടിയുടെ സംഘടനാ മെഷീനറിയാണ്. നിങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടല്ലോ ഏരിയ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് വിശ്വസിക്കുക സാധ്യമല്ല. ഒരുപക്ഷെ ബന്ധങ്ങൾ ഉണ്ടാവാം. ഞാൻ മനു തോമസിനെ പൂർണ്ണമായും തള്ളാത്തതിൻ്റെ കാരണം ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാം. ഇദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് ഏരിയ സെക്രട്ടറി ആയിട്ട് പി ജയരാജൻ്റെ ആശ്രിത മത്സരന്മാരായിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയേറ്റ് ഇപ്പോൾ തുടരേണ്ടതല്ലേ? പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയേറ്റ് ഇപ്പോൾ തുടരുന്നില്ലല്ലോ. പി ജയരാജന് പകരം മത്സരിക്കാൻ പോയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. പാർട്ടിയുടെ നിലപാട് എടുത്തിട്ടുണ്ടല്ലോ. ആ നിലപാട് സ്വാഭാവികമായും ഈ ക്വാറി ഉടമകളായ ഏരിയ സെക്രട്ടറിമാരുടെ കൂടി പിന്തുണയോടുകൂടി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ വാദവും നിലനിൽക്കുന്നതല്ല. പിന്നെ വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടം എന്നുള്ളതാണ്. അതിൻ്റെ വാസ്തവം എനിക്കറിയില്ല. എനിക്ക് ഏതെങ്കിലും തരത്തിൽ പി ജയരാജനോ ജയരാജൻ്റെ മകനോ വിദേശത്തോ സ്വദേശത്തോ അങ്ങനെ ഏതെങ്കിലും കച്ചവടം ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതായിട്ടോ എനിക്കറിയില്ല. അത്തരം വലിയ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും പി ജയരാജൻ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷം അതൊരു പ്രയോഗമാണ്. നമുക്കറിയാവുന്ന പോലെ അമ്പാടിമുക്ക് സഖാക്കളാണെങ്കിലും PJ ആർമി ആണെങ്കിലും ഇത്തരം ഫാൻസുകാരുടെ പ്രവർത്തനത്തിൽ സന്തോഷം കണ്ടെത്തുന്നയാളാണ് പി ജയരാജൻ എന്ന് പൊതുവെ പറയുന്നുണ്ട്. പക്ഷേ പി ജയരാജൻ തന്നെ പലതവണ വന്ന് വിലക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള PJ ആർമിയൊന്നും തനിക്ക് വേണ്ടി രംഗത്ത് വരേണ്ടതില്ല. പക്ഷേ ഏറ്റവും ഒടുവിലും ഈ PJ ആർമിയുടെയും റെഡ് ആർമിയുടെയും പോരാളി ഷാജിയുടെയും ഒക്കെ ഭാഗമായി പല ഘട്ടങ്ങളിലും നിന്ന് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വാരി വിതറിയവർ തന്നെയാണ് ഇപ്പോഴും പി ജയരാജൻ
ജയരാജന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ആകാശ് തില്ലങ്കേരി ആണെങ്കിലും അർജുൻ ആയങ്കി ആണെങ്കിലും ഇവരെല്ലാവരും. പക്ഷെ അതും എങ്ങനെയാണ് നിങ്ങൾ പി ജയരാജനെതിരെ നടപടിയെടുക്കുന്ന ഒരു കാര്യമായിട്ട് വരിക? അപ്പോൾ പി ജെയെ പേടിക്കുന്നുണ്ടോ എന്ന ചോദ്യം അസ്ഥാനത്താകുന്നത്, ഒന്ന്, നിലവിൽ മനു തോമസ് പാർട്ടിക്കുള്ളിൽ പി ജയരാജനെതിരെയോ പി ജയരാജൻ്റെ മകനെതിരെയോ ഒരു പരാതിയും നൽകിയിട്ടില്ല. ആകെ നൽകിയിരിക്കുന്ന പരാതി എം ഷാജറിനെതിരെയാണ്. ആ പരാതി എന്ന് പറയുന്നത് എം ഷാജർ കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഒരൊറ്റ പരാതിയാണ്. ആ പരാതിയിൽ നടപടിയെടുക്കാത്തതിന് പി ജെയെ പേടിക്കണോ എന്ന ചോദ്യം ദുരുപദിഷ്ടമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തോട് യോജിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വന്ന ഘടകങ്ങൾക്കൊപ്പം കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിൻ്റെ തലവന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കരിയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, DYFI തന്നെ കണ്ണൂരിലെ 18 ബ്ലോക്കുകളിൽ ഒരു പദയാത്ര നടത്തിയിരുന്നു. ആ പദയാത്രയിൽ വിശദീകരിച്ചത് ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയാമോ? ഈ ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയും ഈ പാർട്ടിയുടെ ഭാഗമല്ലെന്നും പാർട്ടിയുടെയോ മറ്റേതെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ പാർട്ടിയിൽ തന്നെ DYFI തന്നെ നിലപാടെടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ജയരാജൻ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ജയരാജനെയാണ്. ജയരാജൻ ഇത് കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വരട്ടെ. അപ്പോൾ നോക്കൂ, ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ബ്ലോക്കുകളിൽ നടന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴും അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കരിയും പി ജെയുടെ രക്ഷയ്ക്ക് വേണ്ടി എത്തുന്നു എന്നതാണ് വാദം. അതിന് പി ജെയെ നിങ്ങൾ എന്തു ചെയ്യും എന്നൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ പി ജയരാജൻ ഒറ്റയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചു എന്നൊരു വാദം മനു തോമസിന് പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടനയുടെ ഓപ്പറേഷൻസ് എന്നാണ് പറയപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. പലതരത്തിലുള്ള കേഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വയലൻസ്, അത് ഓപ്പറേഷൻസ് എന്ന പേരിലാണ് നടത്തുന്നത്. അത് വിവിധ പാർട്ടികൾ അത് നടത്താറുണ്ട്. കണ്ണൂരിൽ പ്രത്യേകിച്ചും ഇത്തരം ഓപ്പറേഷൻസ് നടത്തും. അതിന് എനിക്ക് തോന്നുന്നു CPM പാർട്ടിയിൽ അതിനെ ഓപ്പറേഷൻസ് എന്നാണ് വിളിക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആ ഓപ്പറേഷൻസിൽ പങ്കെടുക്കുന്ന ആളുകൾ സ്വാഭാവികമായും പാർട്ടി അംഗങ്ങളൊന്നുമല്ല നേരിട്ട്. പകരം ഈ കൊടിസുനിയുടെ കാര്യം പറഞ്ഞതുപോലെ, കിർമാണി മനോജിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അനൂപിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള സമാന്തര ഗൂഢസംഘങ്ങൾ എല്ലാ പാർട്ടിക്കുമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമല്ലോ. അങ്ങനെയല്ലല്ലോ സംഭവിക്കാറുള്ളത്. കണ്ണൂരിൽ എല്ലാ പാർട്ടിക്കും രക്തസാക്ഷികളുണ്ട്, എല്ലാ പാർട്ടികളും കൊലപാതക പട്ടികയിലുമുണ്ട് എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായും ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നത് 2 കേസുകളാണ്. ഒന്ന് അരിയിൽ ഷുക്കൂറിൻ്റെയും മറ്റൊന്ന് ഷുഹൈബിൻ്റെയും വധക്കേസാണ്. കാര്യം അതിലാണ് ഈ ആകാശ് തില്ലങ്കേരി ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പി ജയരാജനാണ്. നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. അതാണ് അറിയേണ്ടത്. എന്താണെന്ന് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ആരാണ്? ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ വരെ അംഗമായിരുന്ന മനു തോമസ് ആണ്. ആ മനു തോമസ് ജില്ലാ കമ്മിറ്റി എടുത്തൊരു തീരുമാനമാണോ? അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിൽ മനു തോമസ് അംഗമാണോ? അതിന് ജില്ലാ കമ്മിറ്റിയുടേതല്ല വ്യക്തിപരമായ തീരുമാനമാണോ? ഇപ്പോൾ പോലീസിന് മുൻപിലുള്ള തെളിവുകൾ ആരുടെ കാലത്താണ് ഈ കേസെടുത്തിരിക്കുന്നത്? ആരുടെ കാലത്താണ് ഒഞ്ചിയത്തിൻ്റെ കേസെടുത്തിരിക്കുന്നത്? CPM ഭരിക്കുന്ന സമയത്തല്ലല്ലോ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസല്ലല്ലോ, അത് തിരുവഞ്ചൂരിൻ്റെ പോലീസല്ലേ. എടയന്നൂരിൽ സംഭവം നടക്കുമ്പോൾ ആരാണ് പ്രതിസ്ഥാനത്തുള്ള ആൾക്കാരെ പിടിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ്റെ പോലീസല്ലല്ലോ. അപ്പോൾ അത് ആ ഘട്ടത്തിലുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ പി ജെയെ ഭയക്കണമോ എന്ന ചോദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നടത്തിയിരിക്കുന്ന വെല്ലുവിളികളാണെങ്കിൽ നിലവിൽ പി ജെയുമായി അഥവാ പി ജയരാജനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് എല്ലാം ഇന്നിപ്പോൾ സഭയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വ്യാജോക്തികളോ അല്ലെങ്കിൽ അഭ്യൂഹങ്ങളോ മാത്രമാണ് എന്നതാണ് എൻ്റെ ഇതിനകത്ത് ടേക്ക്. കണ്ണൂരിൽ സംഘടന ആളുകൾ ഈ തില്ലങ്കരിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം. ഈ അർജുൻ തില്ലങ്കരിയോ അർജുൻ ആയങ്കിയോ പാർട്ടി ഔദ്യോഗികമായി ഒരു ചുമതലയും ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് പറഞ്ഞു നിർത്തുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, പാർട്ടി എല്ലാ കാലത്തും എല്ലാ ഗുണ്ടാ സംഘങ്ങളുടെയും ഓപ്പറേഷനുകളുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് മാസിൻ്റെ ഭാഷയിൽ തന്നെ പറയുന്നത് ലുംപൻ പ്രോലിറ്റേറിയറ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ അനാർക്കിക്കായി ജീവിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന എന്താ പറയുന്നത് പെറുക്കുകൾ എന്നൊക്കെ പറയുന്നൊരു വിഭാഗമുണ്ട്, വിത്തിൻ ഇൻവേർട്ടഡ് കോമ. അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും ഇത്തരം ഓപ്പറേഷൻസ് ഏറ്റെടുക്കുകയും ജയിലിൽ പോവുകയും ചെയ്തത്. അത് എല്ലാ പാർട്ടികളുടെയും ഭാഗമായിട്ടുണ്ട്. അത്തരത്തിലേതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നടപടിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മനു തോമസ് ഉയർത്തിവിട്ട വിവാദം നിലവിൽ നമ്മുടെ മുന്നിൽ തെളിവുകൾ നൽകുന്നില്ല. മനു തോമസ് തന്നെ ഇപ്പോൾ പറയുന്നത് നേരത്തെയുള്ള ഷാജറിൽ നിന്നുള്ള ആരോപണം വിട്ട് പി ജെയിലേക്കും പി ജെയുടെ മകനിലേക്കും വന്നിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, ഒരുപക്ഷെ റിപ്പോർട്ടർ TV തന്നെ പുറത്തു വിട്ടതുപോലെ ഈ മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വാർത്ത ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നതുമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് പി ജെ പിണക്കാൻ പേടിയോ എന്ന ചോദ്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഇപ്പോൾ ഈ മനു തോമസ് എന്ന് പറയുന്ന എപ്പിസോഡ് അത്ര ലളിതമായി അവസാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ എപ്പിസോഡ്
CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡാമേജിങ് ആണ് എന്നുകൂടി ഞാൻ കരുതുന്നു. ഇക്കാര്യത്തിൽ മനു തോമസിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് കണ്ണു തുറന്ന് യാഥാർത്ഥ്യത്തിലേക്ക് നോക്കിയാൽ മനു തോമസ് അല്ലല്ലോ ആദ്യമായിട്ട് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി CPM-ൻ്റെ കണ്ണൂർ വിഭാഗത്തിലെ ചിലർക്കെങ്കിലും അവിഹിതമായ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ വളരെ സജീവമായി നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ 2022 ഏപ്രിൽ 23-നാണ് മനു തോമസ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നത്. ഏപ്രിൽ 23-നാണ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകുന്നത് ഷാജിറുമായി ബന്ധപ്പെട്ട്. ഷാജിറും മനു തോമസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അത് വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയിക്കോട്ടെ, അതവിടെ മാറി നിൽക്കട്ടെ. 2022 ഏപ്രിൽ 23-ന് മനു തോമസ് ഈ പരാതി നൽകിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 2 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന മനു തോമസ് പൊതുസമൂഹത്തിൽ വന്ന് ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ആ പാർട്ടിക്കുള്ളിൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഫോറത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാതികൾ ഉയർത്തിയിട്ടുള്ളത്. അവിടെ നടപടി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം സംസ്ഥാന സമിതിയെയും സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വിമതൻ എന്ന രീതിയിൽ മനു തോമസിനെ നമുക്ക് കാണാൻ കഴിയില്ല. പാർട്ടിയോട് കൂറുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് 2 വർഷമായി അദ്ദേഹം നിശബ്ദമായി ആ പാർട്ടിക്കുള്ളിൽ തന്നെ ആ പ്രശ്നം അവതരിപ്പിക്കുകയും ആ പാർട്ടിയെ ആ പ്രശ്നത്തെ സമീപിച്ച രീതിയോട് വിയോജിപ്പുണ്ടായതിനെ തുടർന്ന് നിശബ്ദനായിരിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനു തോമസ് ഒരു നല്ല പാർട്ടി പ്രവർത്തകനാണ് ആദ്യമായി തന്നെ. ഇനി രണ്ടാമത്തെ കാര്യം, മനു തോമസ് ഒരു എതിർചേരിയുടെ ഭാഗമായി പോയി നിന്നുകൊണ്ടല്ല ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് കോൺഗ്രസിൻ്റെ കണ്ണൂർ DCC ഒക്കെ സ്വാഗതം ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു എതിർചേരിയുടെ പക്ഷത്ത് പോയി നിന്നിട്ട് പിന്നെ പാർട്ടിയെ ചെളിവാരി എറിയാനും മനു തോമസ് ശ്രമിച്ചിട്ടില്ല. ഈ 2 കാര്യങ്ങളിലും ഉത്തമമായ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ നല്ല മാതൃക മനു തോമസ് പിന്തുടർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിൽ മനു തോമസിന് എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു പറയേണ്ടി വന്നത്? അതിപ്പോൾ നേരത്തെ അരുൺ തന്നെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന രീതിയിലൊരു വാർത്ത പ്രചരിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഏത് വിഭാഗവുമായിക്കൊള്ളട്ടെ, നാളിതുവരെ പൊതുപ്രവർത്തന രംഗത്ത് നിന്നിരുന്ന ഒരാൾക്ക് സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കേണ്ടി വരും, ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. നമുക്കറിയാമല്ലോ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിലേക്ക് വളർന്നു വന്നിട്ടുള്ള വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ് മനു തോമസ്. മനു തോമസ് ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ മനു തോമസ് എന്ന് പറയുന്ന ആ വ്യക്തി SFIയിലൂടെ DYFIയിലൂടെ പിന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു. DYFIയുടെ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുന്നു, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി അവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശരിയാണോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ അർത്ഥത്തിലൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നാളിതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയ ഇടങ്ങളിലെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തേണ്ടി വരും. ആ അർത്ഥത്തിൽ മാത്രമാണ് മനു തോമസ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്താണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്? ഈ പറയുന്ന ഷാജിർ എന്ന് പറഞ്ഞ ഒരാൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട്. ആ വിമർശനം ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചപ്പോൾ അതിന് വേണ്ടത്ര നടപടി പാർട്ടി എടുത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെയാണല്ലോ യുവജനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് വെച്ചത്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്കുണ്ടായ അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായി ഞാൻ പിൻവാങ്ങി നിന്നു. ഞാൻ പ്രവർത്തിച്ചില്ല. സ്വാഭാവികമായും പ്രവർത്തിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത ഒരാൾക്ക് പിന്നെ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. ആ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അത് MV ജയരാജൻ ഒരു വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുകയും ചെയ്തു. പകരം വേറൊരാളെ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഈ കാര്യം മാത്രമാണ് മനു വെളിപ്പെടുത്തുന്നത്. മനു വെളിപ്പെടുത്തുന്നതിൻ്റെ പിന്നാലെ പിന്നെ ആ വിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? ജയരാജനാണ്. ജയരാജനാണ് രംഗത്ത് വന്നുകൊണ്ട് ഈ മാന്യൻ കഴിഞ്ഞ 15 മാസമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് വരുന്നത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി അനഭിലഷണീയമായ ചില ബന്ധങ്ങൾ കണ്ണൂർ പാർട്ടിയിലെ ചില നേതാക്കൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ജയരാജനില്ല. എന്തുകൊണ്ട് അത് ചെയ്യേണ്ടി വരുന്നു? ഇപ്പം നമുക്കറിയാമല്ലോ, 2017-18 കാലത്തൊക്കെയാണ് വ്യക്തിപൂജ സംബന്ധിച്ച് CPM-നകത്തൊരു വലിയ ചർച്ച നടന്നു. ആ ചർച്ചയുടെ കാരണം എന്തായിരുന്നു? അതിൻ്റെ കാരണക്കാരനാരായിരുന്നു? ജയരാജനായിരുന്നു, അല്ലേ? ജയരാജനെ കേന്ദ്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറയുന്ന PJ ആർമി പോലുള്ള ആളുകൾ വന്നിരുന്നിട്ട് പുകഴ്ത്ത് പാട്ടുകൾ പാടുക, ജയരാജനെ കുറിച്ച് പാട്ടുകളും കാസറ്റുകളും ഇറങ്ങുക, ഈ രീതിയിലൊക്കെയുള്ള പ്രവണതകൾ കണ്ണൂർ പാർട്ടിയിൽ വളർന്നു വരുന്നതിനെ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം കണ്ടിട്ടുണ്ട്. ആ സംസ്ഥാന നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് ജയരാജനെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് അവിടെ നിന്നൊരു പിൻവാങ്ങൽ ജയരാജൻ പിന്നീട് നടത്തുന്നത്. ഇപ്പം നേരത്തെ അരുൺ പറഞ്ഞു, ഈ പറയുന്ന ആകാശ് തില്ലങ്കരിയുമായിട്ടും അർജുനായെങ്കിൽ
ജംഗിയുമായിട്ടും ബന്ധമില്ല എന്ന് പറയാൻ ഡിവൈഎഫ്ഐ ജാഥ നയിച്ചു. ഞാനാണപ്പോൾ ഓർമ്മിപ്പിച്ചത് പി ജയരാജനാണെന്ന് പോയി സംസാരിച്ചത്. പി ജയരാജനെ പാർട്ടി നിയോഗിക്കുകയാണ്. എന്താ നിയോഗിക്കുന്നതെന്നറിയോ? ആകാശ് തില്ലങ്കരിയുമായി ഈ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയേണ്ടയാൾ പി ജയരാജനാണ് എന്നതുകൊണ്ടാണ് പാർട്ടി നിയോഗിക്കുന്നത്. എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പി ജയരാജൻ പോയിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത്. എന്നിട്ടിപ്പോൾ പി ജയരാജൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതോടുകൂടിയാണ് പി ജയരാജനുമായി ഒരു സംവാദമാകാമെന്ന് മനു തോമസ് പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പി ജയരാജനും മനു തോമസുമായിട്ടുള്ള വഴക്ക്, അല്ലെങ്കിൽ മനു തോമസും ഷാജനുമായിട്ടുള്ള വഴക്ക്, ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കൂ. അതിനപ്പുറത്ത് പൊന്തി വന്നിരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമുണ്ടല്ലോ. അതെന്താണ്? കണ്ണൂരിലെ പാർട്ടിക്ക് ചില അവിഹിത ബന്ധങ്ങൾ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ലേ. അത് ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് വലിയ അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണ്. അത് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എന്താ? TP കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ്. എന്താണ് TP കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവാദം? 4 പ്രതികളെ പുറത്തേക്ക് കൊണ്ടുപോവുക, പുറത്തേക്ക് ഇറക്കി വിടാനായിട്ടുള്ളൊരു ശ്രമം നടന്നു എന്നുള്ളതാണ്. ആ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ, ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതുണ്ടാക്കി വെച്ചിരിക്കുന്ന വിവാദം ചെറുതല്ലെന്ന്. എന്താണ് ഈ TP പ്രതികളോടുള്ള CPM-ൻ്റെ പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ്? ഇതാണല്ലോ പ്രശ്നം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. എത്ര ഔദാര്യങ്ങൾ, എത്ര സൗജന്യങ്ങൾ, എത്ര സൗകര്യങ്ങൾ ഈ പറയുന്ന TP കേസ് പ്രതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ണു തുറന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അൺഫോർച്ചുനേറ്റ്ലി അതുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടാണ് അടുത്ത വിവാദം വരുന്നത്. ഇത്തരം കൊട്ടേഷൻ സംഘങ്ങൾ കണ്ണൂരിലെ പാർട്ടിക്ക് തലവേദനയായിക്കൊണ്ടിരിക്കുന്നെന്നും ആ പാർട്ടിക്ക് ഈ സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നത്. ആ ആക്ഷേപത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ടാണ് മനു തോമസിൻ്റെ ഈ പറയുന്ന വിവാദമായ പ്രസ്താവന വന്നിരിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന് ചെറിയ അപകടമല്ല ഉണ്ടാക്കി വെക്കുക. മനു തോമസ് അല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, മനു തോമസ് അല്ല ഈ പ്രശ്നം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ പലരും അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കൺട്രോളിലല്ല ഈ കൊട്ടേഷൻ സംഘങ്ങൾ. അവരിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണം പൊട്ടിക്കലിലും സ്വർണ്ണക്കടത്തിലും ഒക്കെയാണ്. ഇപ്പം നമുക്കറിയാമോ, കഴിഞ്ഞൊരു 25 വർഷമായിട്ടൊരു 108 പേരോളം കണ്ണൂരിൽ മാത്രം കൊല്ലപ്പെട്ടു. രാഷ്ട്രീയ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് 108 അതിനുശേഷം ഇപ്പോൾ ഈ അടുത്തൊരു 4-5 കൊല്ലമായിട്ട് അങ്ങനെ വലിയൊരു ഏറ്റുമുട്ടൽ കണ്ണൂരിലില്ല. ഒരു എന്താ പറയുക, BJP-യും CPM-ഉമായിട്ടാണ് പ്രധാനമായിട്ടും ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത്. അവിടെയൊക്കെ ഒരു ഒത്തുതീർപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് വേറെ ചില പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ പി ജയരാജൻ്റെ എതിരായിട്ട് മനു തോമസ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പറഞ്ഞ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് DYFI-ക്കാരും പിന്നെ പി ജയരാജനും തന്നെ പറഞ്ഞിട്ടുള്ള ഈ ആകാശ് തില്ലങ്കേരി വന്നിട്ടാണ് പറയുന്നതിനെ പാഠം പഠിപ്പിക്കും എന്ന് പറയുന്നത്. എന്ത് ഉത്തരവാദിത്തമാണ് ആകാശ് തില്ലങ്കേരിക്ക് ഈ കാര്യത്തിനകത്തുള്ളത്? ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പി ജയരാജനെ എതിരായിട്ട് പറയുമ്പോഴും ഈ പാർട്ടിക്കെതിരായിട്ട് മനു തോമസ് പറയുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പോലും CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇതിനെ ചെറുക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ മനു തോമസ് തന്നെ സ്മൃതിയുമായിട്ടുള്ള ആ ചർച്ചയിൽ പറയുന്നുണ്ട്, CPM-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് CPM അടിയന്തരമായിട്ട് പ്രതികരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല, സമയം വരുമ്പോൾ പ്രതികരിച്ചോളും എന്നാണ് പറയുന്നത്. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മനു തോമസ് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്ന കുടം തുറന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്ന ഭൂതം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പിടിച്ച് അമർച്ച ചെയ്യാവുന്ന ഒന്നല്ല. അതിൻ്റെ കാരണം ഇത് എതിർചേരിയിൽ നിന്ന് കണ്ണടച്ചും കാതടച്ചും പറയുന്നത് പോലുള്ളൊരു വിവാദമല്ല, ഒരു പ്രസ്താവനയല്ല. മറിച്ച് ഈ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന ഒരാൾ നിശബ്ദനായിരിക്കുകയും എതിർചേരിയുടെ ഭാഗമാകാതിരിക്കുകയും അതിനുശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തേണ്ട സാഹചര്യമുണ്ട്, അപ്പോൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ പൊതുസമൂഹം അത്ര വേഗത്തിൽ തള്ളിക്കളയില്ല. അതിനെ അത്ര വേഗത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെ ആരോപണം എന്ന നിലയ്ക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ CPM-നും കഴിയില്ല. അതുകൊണ്ട് ഈ എന്താണ് നമ്മുടെ ചോദ്യം? പിണക്കാൻ പേടിയോ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രവണതയാണ്. കണ്ണൂരിലെ പാർട്ടി പ്രത്യേകിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അത്ര എളുപ്പത്തിൽ അതിജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് സാധ്യമാണ്. കാരണം വെച്ചാൽ പല തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടാവും. പലർക്കും പല കാര്യങ്ങളും വിളിച്ചു പറയാനുണ്ട്. ഈ ആകാശ് തില്ലങ്കേരി ഈ ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട് അകത്ത് കിടന്നപ്പോൾ അദ്ദേഹം എഴുതിയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഞാൻ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് ഭീഷണിപ്പെടുത്തിയത്. അന്ന് ഈ പറയുന്ന തള്ളിപ്പറഞ്ഞ ഞാൻ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു പാർട്ടി ചെന്ന് പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ വെളിപ്പെട്ടു വരും. ആ വെളിപ്പെട്ടു വരുന്നതിനെ ആശങ്കയോടെ നോക്കിക്കണ്ടിട്ടോ ഭയപ്പെട്ട് നോക്കിക്കണ്ടിട്ടോ കാര്യമില്ല. ഏത് തരത്തിലുള്ള വൃത്തികെട്ട പ്രവണതകൾ ഉണ്ടായാലും അതിനെ ചെറുത്തു തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത CPM നിറവേറ്റേണ്ടതുണ്ട്. അതിന് ആരെങ്കിലും തടസ്സമായാൽ അവരെയും മറികടന്ന് പോകാൻ ആ പാർട്ടിക്ക് കരുത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അവരത് നിർവഹിക്കും എന്നും ഞാൻ കരുതുന്നു.
കരുതുന്നു. അനഭിലഷണീയങ്ങളായ പ്രവണതകൾ എന്തായാലും ഈ പാർട്ടിയിൽ പല രീതിയിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് മനു തോമസ് നടത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലിനെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കേരള സമൂഹം കാണുന്നത് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. ഞാൻ പറയട്ടെ, ഇതിൽ ടൈം ലൈൻ നോക്കേണ്ടതുണ്ട്. ഈ 2021 ജൂൺ 21 രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം നടന്നത്. അവിടെയാണ് സ്വർണം പൊട്ടിക്കൽ സംഭവം ഉണ്ടാകുന്നത്. ആ കൊല്ലം തന്നെ 2021 ജൂലൈ 5 ജില്ലയിൽ ഈ കണ്ണൂരിൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രകടനം നടക്കുന്നു. 3801 കേന്ദ്രങ്ങളിൽ പ്രചാരണം നടത്തുകയാണ്. ഈ പ്രചാരണത്തിന് രാത്രി പരിപാടിയിലാണ് ഇവരുടെ ട്യൂബ് ലൈറ്റ് ഒക്കെ പൊട്ടിച്ചുകൊണ്ടുള്ള കൊട്ടേഷൻ സംഘത്തിൻ്റെ പ്രതിഷേധം നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം ഈ ജാഥയിൽ മനുവുമുണ്ട്, ഷാജിറുമുണ്ട്. ഈ ഷാജിറിന് ഈ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ പി ജയരാജനെതിരെ എല്ലാ പരാതി പറയുന്നത്. പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആണല്ലോ, ജില്ലാ കമ്മിറ്റിയിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഷാജിറിനെതിരെ. അവിടെ നടപടിയില്ലാതെ സമയത്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഈ പരാതി ഉന്നയിക്കുന്നത്. എന്നിട്ട് കൊട്ടേഷൻ സംഘത്തിന് ഒത്താശ ചെയ്യുന്നവർ പാർട്ടിയിലുണ്ടെന്ന് 2022 ഏപ്രിലാണ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി കൊടുക്കുന്നത്. എന്നിട്ടും നടപടി ഉണ്ടാകാതിരുന്നപ്പോൾ 2023 അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിടുന്നത്. ഈ 2021 ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പ്രകടനം നടത്തുന്നത്. ഈ പ്രകടനത്തിൽ ഷാജിറുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി നൽകുന്നത് എപ്പോഴാണ്? ഷാജി ട്രോഫി നൽകുന്നപ്പോഴാണ് 2022 ഡിസംബറിൽ തില്ലങ്കേരി പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിലാണ് ഇദ്ദേഹത്തിന് ട്രോഫി നൽകുന്നത്. ഒരു വർഷം കഴിഞ്ഞത്. അപ്പോൾ ആരെയാണോ തള്ളിക്കളഞ്ഞത് അവർക്ക് ട്രോഫി നൽകാൻ പോകുന്നത് അല്ല, പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ ആകാശ് തില്ലങ്കേരി അറിയില്ലേ? ആകാശ് തില്ലങ്കേരി ഷാജിറിനെ അറിയില്ലേ? ഷാജിറിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് എങ്ങനെയാണ്? എങ്ങനെ? ആകാശ് തില്ലങ്കേരി അതെ, ആകാശ് തില്ലങ്കരിക്കെതിരെയൊക്കെയാണ് പ്രകടനം നടത്തിയത്. ഈ ലൈറ്റ് പൊട്ടിക്കുന്നതൊക്കെ ആരാണ്? ഇവരുടെ നേതൃത്വത്തിലാണ്, ആകാശ് തില്ലങ്കരിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത് പാർട്ടിക്കറിയാം എന്ന് പറയുമ്പോൾ ഈ ഷാജിർ ഇയാൾക്ക് ട്രോഫി കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രകടനമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ഷാജിറിന് ഇവരുമായിട്ട് നേരത്തെ ബന്ധമുണ്ടെന്നുള്ള കാര്യം പാർട്ടിക്കറിയാം. ഷാജിറിന്റെ ബന്ധം അറിഞ്ഞ ശേഷം ഷാജിറിനെതിരെ ഷാജിറുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട പരാതിയിൽ അന്വേഷണം നടത്താൻ ഒരു ഏകാംഗ കമ്മീഷൻ നിയമിക്കുന്നു. ആ ഏകാംഗ കമ്മീഷൻ കണ്ടെത്തുന്നു ജാഗ്രത കുറവുണ്ട്. അല്ല, ശ്രദ്ധക്കുറവ് എന്നാണോ കൊട്ടേഷൻ സംഘങ്ങളുടെ ബന്ധത്തിനെ കണ്ടത്? ശ്രദ്ധക്കുറവ് എന്ന് അതിനെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. സ്മൃതിക്ക് പറയാൻ നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ്? പുറത്തേക്ക് വരുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ നമുക്ക് വിലയിരുത്തൽ നടത്താൻ കഴിയുക. അപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്താണ്? ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഇവർക്ക് വേണ്ടി ഘോരം പ്രതികരിക്കുന്നു. അനാവശ്യ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കട്ടെ. അതായത് പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം നേരത്തെയുണ്ട്, പ്രതിപക്ഷ പാർട്ടികൾക്കടക്കം നേരത്തെയുണ്ട്. അതായത് കൊല്ലും കൊലയും നടത്തുന്നു, കേസുകളിൽപ്പെട്ട വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് CPM നേതാക്കൾ വരാത്തത്? നോക്കൂ, ഇതെന്തിനാ CPM പറയുന്നത്? CPM ഔദ്യോഗികമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയതല്ലേ? എം വി ജയരാജൻ പത്രസമ്മേളനം നടത്തിയത് നമ്മളല്ലേ റിപ്പോർട്ട് ചെയ്തത്? കാര്യമില്ല, ഈ പ്രവണതയാണ് പ്രശ്നം. കൊണ്ടും കൊടുത്തതിന്റെ കണക്ക് പാർട്ടിക്ക് മനസ്സിലായതുകൊണ്ടാണ് പാർട്ടിക്ക് ഈ പ്രവണത ഇനി തുടരേണ്ട എന്ന് തീരുമാനമെടുത്തത്. നമ്മളെന്താ പറഞ്ഞു വെക്കുന്നത്? അതുകൊണ്ടാണ് ലളിതമായ ചോദ്യം. നമ്മളെന്താ പറഞ്ഞു വെക്കുന്നത്? ഈ എം ഷാജിറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം നമുക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് പറയാൻ കഴിയുക? ഒന്ന്, ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ എം ഷാജിറിനെതിരെ പരാതി കൊടുത്തപ്പോൾ അവിടെ അന്വേഷണം ഉണ്ടായി. ഏത്? ഈ പി ജയരാജന്റെ നേതൃത്വത്തിൽ. ശരി, ജാഗ്രത കുറവുണ്ടായി. ആ ജാഗ്രതയ്ക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണമാണ്. ഞാൻ ഈ വാചകമാണ് പൂർത്തിയാക്കുന്നത്. ഈ ജാഗ്രത കുറവുണ്ടായ ആളെ പെട്ടെന്ന് എലിവേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് യുവജന കമ്മീഷൻ ചെയർമാനാകുന്നത്? ഈ ജാഗ്രത കുറവുണ്ടായി. എന്തിനാണ് ജാഗ്രത കുറവ്? കൊട്ടേഷൻ സംഘവുമായി ബന്ധം എന്നതിനാണ് ജാഗ്രത കുറവ്. അങ്ങനെ ജാഗ്രത കുറവുള്ള ആളെ യുവാക്കളുടെ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ട യുവജന കമ്മീഷൻ ചെയർമാനായി നിർത്തുന്നു. ഒരു കാര്യം കൂടി കേൾക്കൂ. നിലവിൽ ഈ വിഷയം എങ്ങനെ വന്നു? ഷാജിറിന് ഇതിനു മുമ്പ് എന്ത് ബന്ധമാണ്? ഇതൊന്നും മനു തോമസ് നമ്മളോട് പറഞ്ഞിട്ടില്ല. മനു തോമസ് എല്ലാം പറയാൻ
പിന്നെ നിങ്ങൾ assume ചെയ്യുക. അസ്യൂം ചെയ്യുന്നല്ലോ. നമുക്കിവിടെ എന്താണ് നമ്മുടെ മുന്നിൽ ആകെ കിട്ടിയിരിക്കുന്നത് എന്താ? മനു തോമസും ഷാജനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഷാജനെതിരെ മനു തോമസ് പാർട്ടിക്ക് പരാതി കൊടുത്തിരുന്നു. പാർട്ടി ഇത് അന്വേഷിച്ചു. അതിൽ കഴമ്പില്ല എന്ന് പാർട്ടി കണ്ടെത്തി തള്ളിക്കളഞ്ഞു. ഇതാണ് നമ്മുടെ മുന്നിലുള്ള വാർത്ത, ശരിയല്ലേ? ബാക്കിയെല്ലാം മനു തോമസ് ഇതിനുശേഷം നമ്മുടെ മുന്നിൽ വന്നെന്ന് പറയുന്ന കാര്യങ്ങളാണ്. ശരി, മനു തോമസ് ആര് പറഞ്ഞാൽ വിശ്വസിക്കും? തെളിവ് എന്താണ് തെളിവ്? എന്ത് തെളിവാണ്? നമ്മുടെ മുന്നിൽ എന്താ? നമ്മുടെ മുന്നിലുള്ള തെളിവ് പി ജയരാജന് പിന്തുണയുമായി നമ്മുടെ മുന്നിലുള്ള തെളിവ് പ്രതികൾക്ക് വഴിവിട്ട സഹായം പി ജയരാജനും സ്വർണ്ണക്കടത്ത് സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്മൃതിക്ക് തെളിവുണ്ടോ? എന്താണ്? പി ജയരാജനും സ്വർണ്ണക്കടത്ത് സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിവുണ്ടോ? എന്റെ മുന്നിലുള്ള തെളിവ് പി ജയരാജന് വേണ്ടി സ്വർണ്ണക്കടത്ത് സംഘം ഘോരഘോരം പ്രസംഗിക്കും. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേരിലുള്ള ഒരു ആംബുലൻസിനകത്ത് ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്ന് കടത്തിയാൽ അത് പാണക്കാട്ടേക്ക് കണക്ട് ചെയ്യൂ? പാണക്കാട്ടേക്ക് കണക്ട് ചെയ്യും. എങ്ങനെ പാണക്കാട്ടേക്ക് പോകുന്നെങ്കിൽ പാണക്കാട്ടേക്ക് കണക്ട് ചെയ്യും. മുസ്ലിം ലീഗുമായിട്ടാണ് ലീഗിന്റെ വണ്ടിയിൽ അല്ലെങ്കിൽ ലീഗിന്റെ പേരിലുള്ള നേതാവിന്റെ വണ്ടിയിൽ ലീഗിന്റെ നേതാവ് കടത്തിയാൽ നിങ്ങൾ കണക്ട് ചെയ്യോ? ഇത് നോക്കൂ, അവിടെയാണ് പാർട്ടി ഡോക്ടർ അരുൺ താങ്കളുടെ ഈ വലിയ ന്യായങ്ങൾ ഇവിടെ പാർട്ടി പറയുന്നില്ല. ഡോക്ടർ അരുൺ, ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒറ്റ ആർഗ്യുമെന്റ്. നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനു തോമസ് കൊടുത്ത പരാതിയുണ്ട്. ആ പരാതിയിൽ പാർട്ടി ഒരു നടപടിയെടുത്തു. ബാക്കി ഇനി വിശദീകരിക്കേണ്ടത് മനു തോമസ് ആണ്. മനു തോമസ് ആകെ നമ്മളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ചേർന്ന് മനു തോമസിനെതിരെ ഷാജർ ഒരു ഗൂഢാലോചന നടത്തി. ഇതാണ് പരാതി. അല്ലാതെ ഷാജർ സ്വർണ്ണക്കടത്ത് നടത്തിയെന്നല്ല, ഈ സ്വർണം പൊട്ടിക്കൽ നടത്തിയെന്നല്ല. അങ്ങനെ ഒരു പരാതി പാർട്ടി കൊടുത്തായിട്ട് എനിക്കറിയില്ല. അപ്പൊ പിന്നെ എന്താണ് പരാതി? മനു തോമസിനെതിരെ ഗൂഢാലോചന നടത്തിയതല്ലേ പാർട്ടി അന്വേഷിക്കുന്നത്? ആ ഗൂഢാലോചനയിലല്ലേ കഴമ്പില്ലാന്ന് കണ്ടെത്തിയത്? അതിനെ എങ്ങനെയാണ് നിങ്ങൾ പി ജെയുടെ മകനും സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ബന്ധമുണ്ടെന്ന് പറയുക? ഷാജന്റെ സ്വർണ്ണക്കടത്തും പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് പറയുക? ആ പരാതിയല്ലേ പാർട്ടി അന്വേഷിക്കുക? നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ ഗൂഢാലോചന നടത്തിയ പരാതിയെ ഇപ്പോൾ മനു തോമസിന്റെ കയ്യിലുള്ളൂ. അതാണ് മനു തോമസ് പറഞ്ഞിരിക്കുന്നത്. മനു തോമസ് പറയുന്നത് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്, തെളിവുകളുള്ള ഇതെന്താണ് ഞാൻ പറയുന്നത്? സാധാരണ ജനങ്ങൾക്കുള്ള ലോജിക്ക്, ആ ലോജിക്കൽ കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്തുകൊണ്ട് പാർട്ടി ഇപ്പോൾ പി ജയരാജൻ എന്ന സംസ്ഥാന കമ്മിറ്റി നേതാവിന് വേണ്ടി പ്രതികരിക്കാൻ വരുന്നില്ല? ഡോക്ടർ അരുൺ, അതാണല്ലോ തെളിവ്. എന്തിന്റെ തെളിവ്? എന്തിന്റെ തെളിവ്? ഈ വിഷയത്തിൽ കഴമ്പില്ല എന്നതിന്റെ തെളിവ് അത് തന്നെയാണല്ലോ. പാർട്ടി കണ്ടെത്തി തള്ളിക്കളഞ്ഞതല്ലേ? കഴമ്പില്ലാത്തോണ്ടല്ല, മിണ്ടാൻ ഇപ്പോൾ പറ്റില്ല. പി ജയരാജനെ പ്രതിരോധിക്കാൻ വരേണ്ടതില്ല. പി ജയരാജനെയും നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ ഘട്ടത്തിൽ മനു തോമസ് എന്ന പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരാൾ സോഷ്യൽ മീഡിയ വഴി പി ജയരാജനെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ നാളെ പാർട്ടി ജില്ലാ കമ്മിറ്റി വന്ന് പ്രതിരോധിക്കണം. എം വി ജയരാജനെ വാർത്താ സമ്മേളനം കണ്ടിരുന്ന പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു, വളരെ മാന്യമായിട്ട് പ്രതികരിച്ചല്ലോ. മനു തോമസിനെതിരെ എന്തെങ്കിലും മോശമായി സംസാരിച്ചോ? മനു തോമസിനെതിരെ എന്തെങ്കിലും മോശമായി സംസാരിക്കണമായിരുന്നോ? ഇല്ല, ഞാൻ ചോദിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. പക്ഷെ മോശമായി സംസാരിച്ചുകൊണ്ട് പിന്നെ പോസ്റ്റ് ഇട്ടതാരാണ്? പി ജയരാജൻ. അത് പി ജയരാജനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലേ ഈ എൻ്റെ ചാനൽ എൻ്റെ അഭിമുഖത്തിൽ തന്നെ പി ജയരാജനെ വിമർശിച്ചുകൊണ്ട് മനു തോമസ് രംഗത്തെത്തുന്ന ഘട്ടത്തിലാണ് പി ജയരാജനും മകനും എത്തുന്നത്. സ്വാഭാവികമായി അവർ വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിന് പാർട്ടി ജില്ലാ കമ്മിറ്റി മറുപടി പറയേണ്ടത് പാർട്ടി തീരുമാനിക്കും. എൻ്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ. നിലവിൽ എൻ്റെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന തെളിവുകൾ പ്രകാരം പി ജയരാജൻ, ഷാജർ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം നിലവിൽ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. നാളെ തെളിവുകളുമായി വരുമ്പോൾ തീർച്ചയായും നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഇടവേളയ്ക്ക് പോയാലോ? പിന്നെന്താ? ശരി. അപ്പോൾ പി ജെ പേടിയോ പിണക്കാൻ പേടിയോ എന്നാണ് ചോദ്യം. എസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.